എന്നും പ്രാർത്ഥിക്കണം, ഒരു ദോഷവും എനിക്ക് വരികയില്ലെന്ന്. അങ്ങനെ നമ്മൾ ചെയ്താൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം, ഒരു ദോഷവും നിനക്ക് വരത്തില്ല. ഒരു കുടുംബത്തകർച്ചയും കയറി വരികയില്ല, വിശ്വസിക്കുന്നു. ഒരു നഷ്ടവും കയറി വരത്തില്ല. അത് എവിടം വരെ വരുവുള്ളെന്നറിയാമോ? വീടിന്റെ ഗേറ്റ് വരെ വരുവുള്ളൂ, അവിടം വരെ വരുവുള്ളൂ. അകത്ത് കയറി ഇരിക്കില്ല. ഒരു ദോഷവും തലമുറകൾക്ക് വരില്ല. ആമേൻ. ഇത് ഭയങ്കര ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ്. ഒരാൾ ഇവിടെ നിന്ന്, നിങ്ങൾ ഈ ക്യാമറ ഇരിക്കുന്നിടത്തിരുന്ന് കരഞ്ഞു ഒരു വെള്ളിയാഴ്ച. എന്നിട്ട് പറഞ്ഞു, ശരീരത്തിൻ്റെ ഒരു ഭാഗം തൊട്ടിട്ട് പറഞ്ഞു, അവിടെ ഒരു അസുഖമാണെന്നാ ഇന്ന സ്ഥലത്തും ഡോക്ടർ പറഞ്ഞത്. ഒരു ശരീരത്തിലെ ഒരു ഭാഗം തൊട്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു വലിയ അസുഖമാണ്, വേഗം കോഴിക്കോടേക്ക് പോകാനാ ലെറ്റർ എഴുത്ത് തന്നിരിക്കുന്നത്. ഭയങ്കരമായി തളർന്നിരിക്കുവാണ്, പേടിച്ചു പോയി. ഇവിടെ നിന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് ആ ആശുപത്രി ഡോക്ടറെ കാണുന്നവരെ സഹോദരി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മന്ത്രം പോലെ, ഒരു ദോഷവും എനിക്ക് വരികയില്ല, ഒരു തിന്മ എനിക്ക് വരികയില്ല, ഒരു അനർത്ഥവും എനിക്ക് വരത്തില്ല. ഇത് മാത്രം, എണ്ണമൊന്നും വേണ്ട, പറഞ്ഞുകൊണ്ട് പോകാൻ പറഞ്ഞു. ഇവിടുത്തെ പറഞ്ഞൊരു സാക്ഷ്യമാകട്ടോ പറയുന്നേ. ഇവിടെ പറഞ്ഞൊരു സാക്ഷി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറയാ, പേടിക്കാതെ ഒന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ല, അങ്ങനത്തെ ഒരു കാര്യമേ, നിങ്ങളിത് ചിന്തിക്കുക പോലും വേണ്ടെന്ന് നല്ല പഠിപ്പും പ്രൊഫസറായ ഡോക്ടർ അവരോട് പറഞ്ഞു. അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ഈ പ്രാർത്ഥന ഭയങ്കര ശക്തിയുള്ളതാണ്. ഒരു ദോഷവും എനിക്ക് വരികയില്ല, ഒരു തിന്മയും എനിക്ക് വരികയില്ല, ഒരു അനർത്ഥവും എനിക്ക് വരത്തില്ല. വിശ്വസിക്കുന്നു. ഇതൊക്കെ പ്രാർത്ഥിക്കുവോ? എല്ലാ പ്രാവശ്യവും ആരും പറഞ്ഞിട്ടല്ല. വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും ഇതൊന്ന് പ്രാർത്ഥിച്ചു പോകും, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ചു പോകും, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴും ഇത്, ഒരു ദോഷവും എനിക്ക് വരികയില്ല, ഒരു തിന്മ എനിക്ക് വരികയില്ല, ഒരു അനർത്ഥവും എൻ്റെ പിള്ളേർക്ക് വരികയില്ല. അതൊരു ഭയങ്കര ശക്തിയുള്ള പ്രാർത്ഥനയാണ്.